ബിസ്മില്ലാ. സിഫാത്തുല്ലാഹി വൽ ജായിസ്, അള്ളാഹുവിന്റെ ഹക്കിൽ ജായിസും വാജിബും മുസ്തഹീലുമായ സിഫത്തുകൾ നമ്മൾ പറഞ്ഞു. ഇനി അൽ വാജിബു ഫി ഹഖി റുസുലി വൽ മുസ്തഹീലി വൽ ജായിസ്, അള്ളാഹുവിന്റെ ഹക്കിൽ വാജിബായതുപോലെ മുർസലീങ്ങളുടെ ഹക്കിൽ അല്ലെങ്കിൽ മുർസലീങ്ങൾക്ക് നിർബന്ധമായിട്ടുള്ള, അതുപോലെ തന്നെ അവർക്ക് ജായിസായതും അവർക്ക് ഉണ്ടാവാൻ പാടില്ലാത്ത മുസ്തഹീലുമായ സിഫത്തുകളെയാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബിസ്മില്ലാ. അർസല അംബിയാഅ ബിൽ ഫതാന ബിസ്സിദ്ഖി വത്തബ്ലീഗി വൽ അമാന വജായിസുൻ ഫീ ഹഖ്ഖിഹിം മിൻ അറദി ബിഗൈരി നഖ്സിൻ കഖഫീഫിൽ മറദി അസ്മാതുഹും കസാഇരിൽ മലായിക വാജിബത്തുൻ വഫാളലുൽ മലായിക വൽമുസ്തഹീലു ളിദ്ദു കുല്ലി വാജിബിൻ ഫല്ലി ഖംസീന ഫി ഹുക്മിൻ വാജിബിൻ. ഇത്രയാണ് അംബിയ മുർസലീങ്ങളുടെ സിഫത്തുകളുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ആദ്യമായിട്ട് നമുക്ക് മുർസലീങ്ങളും ഉണ്ട്, അംബിയാക്കളും ഉണ്ട്. അല്ലാഹു ഖുർആനിൽ നാം നബിമാരെയും അതുപോലെ തന്നെ മുർസലീങ്ങളെയും അയച്ചു എന്ന് പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ നിങ്ങൾക്ക് നബിയായിട്ടും റസൂലുമായിട്ടും അയച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോ നബി അതുപോലെ തന്നെ റസൂൽ എന്ന് പറയുന്നത് രണ്ടാണ് എന്ന അഭിപ്രായമാണ് കൂടുതൽ പണ്ഡിതന്മാർക്കുള്ളത്. അതിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ്. പണ്ഡിതന്മാർക്കിടയിൽ വിവിധങ്ങളായ ചർച്ച നടക്കുന്ന ഒരു ഏരിയ കൂടെയാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഭാഗം നമുക്ക് ആദ്യം ഒന്ന് ക്ലിയർ ചെയ്ത് പോകാം. ശരിക്കും റസൂല് എന്ന് പറയുന്നതും നബി എന്ന് പറയുന്നതും അള്ളാഹു ഒരു സമൂഹത്തെ നവോത്ഥാന പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് അവരെ അല്ലാഹുവിന്റെ ദീനിലേക്ക് വഴി നടത്താൻ വേണ്ടി അയക്കുന്ന ആളുകളാണ്. പിന്നെ ഇപ്പൊ എന്താ വ്യത്യാസം എന്ന് ചോദിച്ചാൽ, അല്ലാഹു 100,000-ൽ പരം അംബിയ മുർസലീങ്ങളെ അയച്ചിട്ടുണ്ട്. അതിൽ മുർസലീങ്ങൾ വളരെ കുറവാണ്. 313 അല്ലെങ്കിൽ 313 ചില്ലാനം മുർസലീങ്ങളെ ഉള്ളൂ. ബാക്കിയൊക്കെ അംബിയാക്കളാണ്. എന്ന് പറഞ്ഞാൽ നബി എന്ന് പറയുന്നത് അവർക്ക് അള്ളാഹുവിന്റെ ദീനിനെ പ്രബോധനം നടത്താനുള്ള സന്ദേശം കൊടുക്കും. അതേസമയം റസൂൽ എന്ന് പറയുന്നത് അവർക്കൊരു കിതാബ് ഉണ്ടാവും. അവരുടെ ദീന് തൊട്ട് മുമ്പത്തെ ദീനിനേക്കാൾ മാറ്റത്തിരുത്തലുകൾക്ക് അല്ലെങ്കിൽ പുതുമകൾക്ക് വിധേയപ്പെട്ടതായിരിക്കും. അതുപോലെ തന്നെ അവരോട് പ്രബോധനം ചെയ്യുക എന്ന ആവശ്യത്തിന് വേണ്ടി കൽപ്പന ഉണ്ടാകും. ഇങ്ങനെ ചില വ്യത്യാസങ്ങൾ നബിയും റസൂലായിട്ടുണ്ട്. സാങ്കേതികമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഇതെന്താ ഇപ്പൊ വ്യത്യാസം എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നും. എന്നാൽ പോലും റസൂല് എന്ന് പറയുന്നത് നബിയേക്കാൾ കുറച്ചുകൂടെ ഉന്നതമായ സ്ഥാനമാണ്. അവർക്ക് അവരുടെ ദീനിൽ പുതിയ മാറ്റങ്ങൾ ഉണ്ടാവുകയും അവരോട് ആ ദീൻ നിർബന്ധമായും പ്രബോധനം ചെയ്യാനുള്ള കൽപ്പന ഉണ്ടാവുകയും ചെയ്യും. നബിയോട് ആ കൽപ്പന ഉണ്ടാവില്ല. പക്ഷെ അവരും പ്രബോധനം ചെയ്യും. പക്ഷെ ഒരിടത്ത് കൽപ്പന ഉണ്ട്, നിർബന്ധമായും പ്രബോധനം ചെയ്യണം എന്ന്. മറ്റേടത്ത് കൽപ്പനയില്ല. നബി ആയ ആളുകൾക്ക് തൊട്ട് മുമ്പത്തെ ദീനിൽ മാറ്റങ്ങൾ സംഭവിച്ചു കൊള്ളണം എന്നില്ല. ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊള്ളും നിർബന്ധമില്ല. അതേസമയം റസൂൽ ആകുന്ന സമയത്ത് ആ ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിൽ ചെറിയ മാറ്റങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ കിതാബുകളും അവർക്ക് ഉണ്ടാവും എന്നതാണ്. ഇതാണ് മുർസലീങ്ങൾക്കും അംബിയാക്കൾക്കും ഇടയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ അല്ലെ? കേൾക്കുന്നില്ലേ?
ഹലോ, കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ആ, ഇനി നോക്കാം. أرسل أنبياء ذوي الفطانا بالصدق والتبليغ والأمانة. അർസല അംബിയ, അള്ളാഹു അംബിയാക്കളെ അയച്ചിരിക്കുന്നു. ദവിൽ ഫത്വാന, നല്ല ബുദ്ധികൂർമ്മതയുള്ളവരായി, നല്ല ഇന്റലിജന്റ് പീപ്പിളായി, നല്ല സ്മാർട്ടായിട്ടുള്ള ആളുകളാണ് അംബിയാക്കളാവുക. അല്ലെങ്കിലും അങ്ങനെ തന്നെയല്ലേ? ഒരു സമൂഹത്തിന്റെ നേതാവ് പൊട്ടനാണെങ്കിൽ അയാളെ അണികളെ കുറിച്ച് നമ്മൾ കുഷ്മാണ്ടികൾ എന്ന് വിളിക്കേണ്ടി വരുമല്ലോ അല്ലെ? ഒരു നേതാവ് എപ്പോഴും നല്ല ബുദ്ധിമാനായിരിക്കണം. അവരെ അണികളെ എല്ലാ നിലക്കും നിയന്ത്രിക്കാനും ബുദ്ധിപരമായി അവരെ കൈകാര്യം ചെയ്യാനും അറിയുന്ന ആളുകൾക്ക് നേതാവാൻ പറ്റുന്നുള്ളൂ. അല്ലാത്തവർ നേതാവായി കഴിഞ്ഞാൽ എപ്പോഴും യൂട്ടേൺ അടിക്കേണ്ടി വരും. അണികൾ എന്താവും? ന്യായീകരിച്ച് കുഴങ്ങിപ്പോകും. കാരണം ഈ നേതാവ് പൊട്ടൻ എന്ത് പറഞ്ഞാലും ബാക്കിയുള്ള ആളുകള് അതിന് ന്യായീകരിക്കണം, ന്യായം കണ്ടെത്തേണ്ട ആവശ്യത്തിലൊക്കെ ഉണ്ടാവാം. അപ്പൊ അതുകൊണ്ട് അംബിയ മുർസലികൾ എപ്പോഴും നല്ല ബുദ്ധികൂർമ്മതയുള്ളവരായിരിക്കണം എന്നത് അവർക്ക് നിർബന്ധമായ സിഫത്താണ്. അല്ലാഹു വുജൂദ് ആണ്, അല്ലാഹു ഖദീമാണ് എന്നൊക്കെ പറഞ്ഞതുപോലെ അംബിയ മുർസലിങ്ങൾ എപ്പോഴും ദവിൽ ഫത്താനത്തായിരിക്കണം, നല്ല ബുദ്ധിയുള്ളവരായിരിക്കണം. അതുപോലെ തന്നെ ബിസ്സുദ്ഖി, അവർക്ക് സത്യസന്ധത വേണം. അവർക്ക് സത്യസന്ധത വേണം. അപ്പോൾ ഒരു നുണയനായ നബി ഉണ്ടാവാൻ പാടില്ല. ഇപ്പൊ നമുക്ക് വളരെ ചെറിയ ചിന്ത കൊണ്ട് തന്നെ വ്യക്തമാവുന്ന കാര്യങ്ങളാണ് അല്ലേ? നുണ പറയുന്ന ഒരാൾ നബി ആയി കഴിഞ്ഞാൽ അയാൾ പറയുന്ന എന്താണ് നമ്മൾ വിശ്വസിക്കുക? ആ ജനങ്ങൾ എന്താണ് വിശ്വസിക്കേണ്ടത്? അയാൾ കളവാണോ പറഞ്ഞതെന്ന് എങ്ങനെ മനസ്സിലാവും? അതുകൊണ്ട് സത്യസന്ധത സത്യസന്ധത നിർബന്ധമാണ്. സത്യസന്ധത ഇല്ലാത്ത ഒരാൾക്ക് നബിയാവാൻ പറ്റുകയില്ല. അതുപോലെ തന്നെ തബ്ലീഗ്, അവർക്ക് പ്രബോധനം ചെയ്യണം. പ്രബോധനം ചെയ്യുകയും വേണം. വെറുതെ ചോറ് തിന്ന് കടന്നുറങ്ങിയാൽ പോലെ. അതേസമയം നബിമാർ മുർസലീങ്ങൾ പ്രബോധനം ചെയ്യണം. ജീവിതം കൊണ്ട് പ്രബോധനം ചെയ്യുക എന്നതാണ് അവരുടെ പ്രധാനപ്പെട്ട ദൗത്യം. ജീവിതം കൊണ്ടാണ്, അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രബോധനം. ഇപ്പോഴത്തെ കാലത്തും അങ്ങനെ തന്നെയാണ് അല്ലേ? നമ്മളുടെ ജീവിതം കണ്ടുകൊണ്ട്, നമ്മളുടെ ഒരു ലൈഫ് സ്റ്റൈൽ കണ്ടുകൊണ്ടാണ് ആളുകൾ ഇസ്ലാമിനെ വിലയിരുത്തുക. അല്ലാതെ മൈക്ക് കെട്ടി പ്രസംഗിക്കുന്നതും ഒന്നുമല്ല. ആളുകൾ മുസ്ലിമായിട്ട് പരിഗണിക്കുന്നത് തൊട്ടടുത്തുള്ള അയാൾ കാണുന്ന ഒരു മുസ്ലിമിനെ ആയിരിക്കും. അയാൾ അനുഭവിക്കുന്ന ഒരു മുസ്ലിമിനെയാണ് അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിം എന്ന് പറയുന്നത്. അപ്പൊ അയാൾ അനുഭവിക്കുന്ന ഒരു മുസ്ലിം മഹാപൂക്കരിയും കച്ചറയും ഒരു വൃത്തികെട്ട സ്വഭാവത്തിനുടമയും ഒക്കെ ആണെങ്കിൽ അയാളുടെ മനസ്സിൽ ലോക മുസ്ലിമീങ്ങളിൽ നല്ലൊരു ശതമാനം ഇങ്ങനെ ആയിരിക്കും എന്ന് അയാൾ തെറ്റിദ്ധരിച്ചു പോകും. അതേസമയം നല്ല സ്വഭാവത്തിനുടമയാണ് അയാൾ അനുഭവിക്കുന്ന മുസ്ലിമെങ്കിൽ അപ്പുറത്ത് ഒരു ചീത്ത സ്വഭാവമുള്ള ആളെ കണ്ടാലും അയാൾ ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കില്ല. കാരണം നല്ല മുസ്ലിമിനെ അയാൾ കാണുന്നുണ്ട് എന്നതാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മളെ പിന്നെ പരിചയത്തിലുള്ള ഒരു ഉസ്താദ്, അയാള് ഗവൺമെന്റ് സർവീസിൽ ജോലി കിട്ടി. IFS-ലായിരുന്നു ജോലി. IFS അല്ല, നമ്മളെ കേരളത്തിന്റെ ഫോറസ്റ്റ് സർവീസിലാണ്. അപ്പൊ ആദ്യം മൂപ്പർക്ക് തിരുവനന്തപുരത്താണ് ആദ്യം ജോലി കിട്ടിയത്. മൂപ്പര് നമ്മളെ വെള്ള വസ്ത്രമൊക്കെ ഇട്ടിട്ടാണ് പോവുക. അതിലൊന്നും ഒരു വിട്ടുവീഴ്ച ഇല്ലാത്ത ആളാണ്. ഗവൺമെന്റ് സർവീസ് ആണെന്ന് വിചാരിച്ചിട്ടും നിലപാടുകൾക്കൊന്നും മാറ്റമില്ല. അങ്ങനെ ആദ്യത്തെ ദിവസങ്ങളിലേക്കൊക്കെ ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് ആരും ഇയാളെ മൈൻഡ് ചെയ്യില്ലായിരുന്നു. എല്ലാവരും ഒരു ടെററിസ്റ്റിന്, ഒരു ഭീകരവാദിനൊക്കെ കാണുന്ന പോലെ കണ്ടാൽ ചിരിക്കില്ല. അങ്ങനെ ഒരു മൈൻഡ് ചെയ്യാത്ത അവസ്ഥയായിരുന്നു ആദ്യത്തെ ഒരാഴ്ച എന്നാ പറഞ്ഞത്. പക്ഷെ തൊട്ടടുത്ത ആഴ്ച ആയപ്പോഴേക്ക് ഇയാൾ പറയാ, ഞാനില്ലാത്ത ഒരു പരിപാടി, അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായം ചോദിക്കാത്ത ഒരു പരിപാടി ആ ഓഫീസിൽ നടക്കില്ല എന്ന രീതിയിലാക്കി ആയിത്തീർന്നു. അതിന് മൂപ്പരൊന്നും ചെയ്തിട്ടില്ല. മൂപ്പര് വൃത്തിയുള്ള വസ്ത്രം ധരിക്കും, വൃത്തിയോടുകൂടെ ഓഫീസിലേക്ക് വരും, ഇങ്ങോട്ട് ചിരിച്ചിട്ടില്ലെങ്കിലും അങ്ങോട്ട് ചിരിക്കും, നല്ല രീതിയിൽ സംസാരിക്കും. ഇത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഒരാഴ്ച ഈ രീതിയിൽ ഇയാളുടെ പ്രവർത്തനം, ഇയാളുടെ സ്വഭാവം കണ്ടപ്പോൾ അവിടെ ഏത് ആഘോഷം വരികയാണെങ്കിലും, ഓഫീസിൽ ഏത് മീറ്റിംഗ് ഉണ്ടെങ്കിലും ഉസ്താദ് ഇല്ലാതെ പരിപാടി നടക്കൂല കേട്ടോ എന്ന രീതിയിലേക്ക് അയാൾക്ക് മാറ്റാൻ പറ്റി എന്നുള്ളതാണ്.
അപ്പം അയാൾ അവിടെ ഒന്നും ചെയ്തിട്ടില്ല, അയാൾ മുസ്ലിമായി ജീവിക്കുക എന്നുള്ളത് മാത്രമേ അവിടെ ചെയ്തിട്ടുള്ളൂ എന്നാണ് അനുഭവം പറഞ്ഞതാണ്. ഇപ്പം ഇവര് കണ്ണൂരാട്ടോ, അവിടെ നിന്ന് മാറി പോട്ടെ. അപ്പം പിന്നെ ഞാൻ പറഞ്ഞു വന്നത് വത്തബിലീഗ്, പ്രബോധനം ഒരു നബി ആയാലും അതുപോലെ തന്നെ റസൂലായാലും പ്രബോധനം ചെയ്യണം. പക്ഷെ റസൂലിന് പ്രബോധനം കൊണ്ട് കൽപ്പന ഉണ്ടാവും, പ്രബോധനം ചെയ്യണം, കാരണം അവർക്ക് ദീനിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേസമയം നബിയുടെ കാര്യത്തിൽ അതിനുണ്ടാവില്ല എന്നതാണ്. അതുപോലെ തന്നെ വൽ അമാന, നല്ല വിശ്വസ്തതയും വേണം. സത്യസന്ധതയും വിശ്വസ്തതയും കൂടെ ഒരു നബിക്ക് ആവശ്യമാണ്. അത് നമുക്ക് പിന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണല്ലോ അല്ലെ. വിശ്വസ്തനായ ഒരാളെ മാത്രമേ നബിയാക്കാനും റസൂലാക്കാനും ഒക്കെ പറ്റുള്ളൂ, അല്ലെങ്കിൽ എന്താകും ഈ അണികളുടെ അവസ്ഥ. അപ്പൊ വിശ്വാസ്യതയും അതുപോലെ തന്നെ സത്യസന്ധതയും അതേ പ്രകാരം പ്രബോധനവും നല്ല ബുദ്ധികൂർമ്മതയും ആണ് ഒരു നബിക്ക് വേണ്ട യോഗ്യതകൾ, ഒരു നബിക്ക് വേണ്ട വാജിബായ സിഫത്തുകൾ, അല്ലെങ്കിൽ ഒരു റസൂലിന് വേണ്ട വാജിബായ സിഫത്തുകൾ 4 എണ്ണമാണ്. 1 ഫത്വാനത്താണ്, നല്ല ബുദ്ധികൂർമ്മതയാണ്. 2 സിദ്ഖാണ്, അല്ലെങ്കിൽ സത്യസന്ധതയാണ്. 3 തബ്ലീഗാണ്, പ്രബോധനം കൊണ്ട് കൽപ്പിക്കലാണ്. 4-മത്തത് വൽ അമാന, വിശ്വസ്തതയാണ്. ഈ 4 കാര്യങ്ങളാണ് അംബിയാ മുർസലീങ്ങളുടെ ഹക്കിൽ വാജിബായ സിഫത്തുകൾ. അവരുടെ ഹക്കിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട സിഫത്തുകൾ ഈ 4 എണ്ണം. ഒന്നുകൂടെ പറയാം. അർസല അംബിയാ ദവിൽ ഫത്വാന ബിസ്സിദ്ഖി വത്തബ്ലീഗി വൽ അമാന. അർസല അംബിയ, അംബിയാക്കൾ അല്ലാഹു അയച്ചിരിക്കുന്നു, ദവിൽ ഫത്വാന, നല്ല ബുദ്ധികൂർമ്മതയുള്ളവരായി, ബിസ്സുദ്ഖി, സത്യസന്ധതയോടെ, വത്തബ്ലീഗ്, പ്രബോധനത്തോടു കൂടെയും, വൽ അമാന, വിശ്വസ്തതയോടുകൂടെയും. ഈ 4 സിഫത്തുകൾ നിർബന്ധമായും അംബിയാ മുസ്ലിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. وجائز في حقهم من عرض بغير نقص كخفيف المرض. ഇനി ഇവരുടെ ഹക്കിൽ ജായിസായ സിഫത്ത് എന്താണ്? ഇവരുടെ ഹക്കിൽ ജായിസായ സിഫത്ത്, ഇതൊരു ഡിബേറ്റ് നടന്നിരുന്ന ഒരു വിഷയമാട്ടോ. അതായത് ചില ചരിത്രങ്ങളിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോ ബഹുമാനപ്പെട്ട നബിയുല്ലാഹി അയ്യൂബ് നബി അലൈഹിസ്സലാമിന് വലിയ രോഗങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ആളുകളെല്ലാം അദ്ദേഹത്തെ വെറുത്തിരുന്നുവെന്നും എന്നൊക്കെ നിങ്ങളും ചരിത്രത്തിൽ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അങ്ങനെ ഒരു ചരിത്രം കേട്ട ആളുകൾ ഉണ്ടോ അല്ലേ? എല്ലാവരും അല്ലേ ഒഴിവാക്കി പോയി, മക്കളും കുടുംബക്കാരും, അങ്ങനെ ഭാര്യ മാത്രമായി ബാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടണോ? രോഗം വന്നത്. അപ്പോ അതില് പിന്നെ നമ്മളെ ഉസ്താദ്മാരൊക്കെ പറയാറുള്ളത്, ഇങ്ങനെ ഒരു ചരിത്രം ഞാനും പല സ്ഥലത്തും വായിച്ചിട്ടൊക്കെ ഉണ്ട്, കിതാബിലൊന്നും കണ്ടിട്ടില്ല. കിതാബില് രോഗമായിട്ട് ഉണ്ട് എന്നുള്ള അത് ഇത്രയും വിശാലമായിട്ടൊന്നും കിതാബിലൊന്നും കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ അങ്ങനെ പലപ്പോഴും കേൾക്കാറുണ്ട്. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ പറയണം കേട്ടോ. അതായത് ഇങ്ങനെ നമ്മൾ കേൾക്കുന്ന പലതും ഈ പ്രസംഗകരുടെ, അല്ലെങ്കിൽ പ്രസംഗം പറയുന്ന പോലെ തന്നെ എഴുത്തുകാരുടെ ഒരു എക്സാഗ്രേഷൻ കൂടെ അതിൻ്റെ അകത്ത് ഉണ്ടാവും എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ആരെങ്കിലുമൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴേക്ക് അത് അണ്ണാക്ക് തൊടാതെ വിഴുങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് ഇസ്രാഈലിയാത്ത് എന്നാ പറയാ. ഇസ്രാഈലിയാത്ത് നമ്മളെ തഫ്സീറുകളിലൊക്കെ, ഖുർആന്റെ വിശദീകരണ ഗ്രന്ഥങ്ങളാണല്ലോ തഫ്സീറുകൾ. തഫ്സീറിൽ ഇസ്രാഈലിയാത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ കടന്നുകൂടിയിട്ടുണ്ട്. എത്രത്തോളം വെച്ചാൽ വളരെ ബഹുമാനപ്പെട്ട പല മുസന്നിഫീങ്ങളുടെ തഫ്സീറുകളിൽ പോലും ഇത്തരത്തിലുള്ള ഇസ്രാഈലിയാത്തുകൾ എന്ന് പറയുമ്പം ആരൊക്കെയോ പറഞ്ഞുണ്ടാക്കിയ കഥകൾ, ആ കഥകൾ അറിയാതെ കൂടിപ്പോയിട്ടുണ്ട്. കാരണം അത് അത്രമേൽ ഷായിയാണ്, വെച്ചാൽ അത്രയും ആളുകൾ പറഞ്ഞ് അതൊരു സത്യം പോലെയായി മാറി. അപ്പൊ ആ രീതിയിലുള്ള കാര്യങ്ങളും കൂടെ നമ്മളെ കിതാബിൽ ചിലപ്പോൾ കടന്നുകൂടിയിട്ടുണ്ടാവാം, അതിനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്.